ഹലോ നമസ്കാരം. ഹോല വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UK സ്റ്റുഡന്റ് വിസയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. എല്ലാം അറിയേണ്ടതല്ല, നിങ്ങൾ അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകതയുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ജൂണിലായിരിക്കും. നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ സെപ്റ്റംബറിലേക്ക് പോകാൻ പറ്റും. ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങിയാൽ അതാണ് ഈ സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ചുവടെ ചേർത്തേക്കുന്ന നമ്മുടെ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ള എൻക്വയറി ഫോം ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന, ഈ വെള്ളിയാഴ്ചയല്ല, നെക്സ്റ്റ് വീക്ക് ഫ്രൈഡേ നടക്കാൻ പോകുന്ന ഈ വെബിനാറിലേക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലിങ്ക് കിട്ടും. UK-യുടെ എക്സ്ക്ലൂസീവ് വെബിനാർ ആയിരിക്കും. UK-യുടെ 27-ാം തീയതി ഇന്ത്യൻ ടൈം വൈകുന്നേരം 7 മണിക്കായിരിക്കും ഈ വെബിനാർ, ഫ്രൈഡേ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തരാനായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾ ഈ UK എന്നൊക്കെ കിട്ടുമ്പോൾ നെറ്റ് വിളിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലല്ലേ, കാരണം അവിടെ പോയിട്ട് എന്താ കാര്യമുള്ളത്, ഓൾറെഡി എല്ലാവരും സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്, പഠിച്ചാൽ അവിടെ സെറ്റിൽ ആവാൻ പറ്റുമോ, അങ്ങനെ പല 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 സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഇത്രയും പൈസ മുടക്കി പോകുമ്പോൾ അതിന് വർത്താണോ UK പോകുന്നത്? UK പറ്റി നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, പഠിക്കാൻ പോയ പലർക്കും നല്ല സ്വന്തം ഫീൽഡിൽ ജോലി ചെയ്യാൻ പറ്റാതെ അവർ ഏജ്ഡ് കെയറിലോ കെയർമാരായിട്ടോ ഒക്കെ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ പിള്ളേർ ചെറിയ ഇൻകത്തിലൊക്കെ ജോലി ചെയ്യുന്നു, വീട് കിട്ടാനുള്ള പാട്, അട്ടിയായിട്ട് കുട്ടികൾ വീട്ടിൽ കിടക്കുന്നു. ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് നമ്മൾ കേട്ടില്ല. ഡങ്കി സിനിമ കണ്ടിട്ടില്ല? അതെ, അതിൽ യാഥാർത്ഥ്യമുണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ല, അതിൽ ഉണ്ട്. പക്ഷേ അവിടെ അഫക്റ്റ് ചെയ്യാത്ത കുട്ടികളുമുണ്ട്. നമ്മുടെ ഒരു 10-20 കുട്ടികൾ UK-യിൽ പഠിക്കാൻ പോയിരുന്നു അല്ലേ, നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് പഠിച്ച ഫീൽഡിൽ തന്നെ ജോലിക്ക് കയറി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അതായത് പഠിച്ച ഫീൽഡിൽ അതേ ആ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എൻട്രി ലെവൽ ജോബ് കിട്ടുന്ന ഏത് ലെവലാണോ അവിടെ തന്നെ. എൻ്റെ 2 കസിൻസ് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര, ഒരാൾ ആവറേജ് സ്റ്റുഡൻറ്റ്, ഒരാൾ കുറച്ചുകൂടെ നന്നായി പഠിക്കുന്ന ആളായിരുന്നു. ഒരാൾ BTech കഴിഞ്ഞിട്ട്, ഒരാൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ടാണ്. 2 പേർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് പയ്യനുണ്ടായിരുന്നു. ആൻഡ് സസ്റ്റൈനബിലിറ്റിയാണ് പുള്ളി ചൂസ് ചെയ്ത്, വളരെ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ UK-യിൽ അങ്ങനെ പറയുന്ന പോലെ വലിയ പ്രോബ്ലംസ് ഇല്ല. എവിടെയാ പ്രശ്നം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു കൺട്രോൾ ഇല്ലായിരുന്നു, എല്ലാവരും അവരെടുക്കാൻ തുടങ്ങി. അതായത് UK-യുടെ ഒരു പ്രത്യേകത, നമുക്ക് വെറും 45% നമുക്ക് നമ്മുടെ പ്രീവിയസ് ക്വാളിഫിക്കേഷനിൽ മാർക്ക് ഉള്ളുവെങ്കിലും നമുക്ക് UK-ക്ക് പോകാം. അതുപോലെ തന്നെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതൊരു പ്രശ്നമല്ല. മാരീഡ് ആണോ, നോ പ്രോബ്ലം, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളൊക്കെ ആയിട്ട് UK നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാം UK-യുടെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അല്ലാണ്ട് എനിക്ക് പഠിക്കാൻ എളുപ്പമുള്ളൊരു പ്രോഗ്രാം എടുത്തുകൂടെ എനിക്ക് ഏജ്ഡ് കെയർ കയറാനാണ് എന്നുള്ള പ്ലാനുമായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക. നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല, നാളെ പറയണം, റിഷീസിനൊക്കെ പറയണം, അല്ലെങ്കിൽ തിരിച്ചു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റ് നോക്കുക. ഈ രാജ്യങ്ങൾക്കൊക്കെ ആൾക്കാരെ ആവശ്യമാണ്. അതെ, നമ്മൾ ഇന്ത്യ പോലെ ചൈന പോലെയുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹ്യൂമൻ ലേബർ അവർക്ക് ആവശ്യമാണ്, വർക്ക് ഫോഴ്സിന് ആവശ്യമാണ്. അപ്പം അവർക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ പോയിട്ട് സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നൊരു ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമില്ല. അതിന് അവിടുത്തെ സിറ്റിസൺസ് ഉണ്ട്. നമ്മുടെ ആവശ്യം ഈ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, അതും കൂടുതലും മാനേജറിയൽ പ്രൊഫഷണൽ ലെവൽ ജോബ്സ് തന്നെയാണ്. ആർക്കും തല പുകയ്ക്കാനാണ് ഇഷ്ടമില്ലാത്ത, തല പുകയ്ക്കുന്ന രീതിയിലുള്ള പഠിക്കാനോ അങ്ങനെ നമ്മൾ ഇച്ചിരി ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം ഹെൽത്ത് സെക്ടർ ഒത്തിരി നല്ലതാണ്, റിന്യൂവബിൾ എനർജി നല്ലതാണ്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് നല്ലതാണ്, സസ്റ്റൈനബിലിറ്റി നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ചൂസ് ചെയ്യാം. നേഴ്സിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നേഴ്സിംഗ് പറയേണ്ട കാര്യമില്ല. സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ വരുന്ന ഓക്യുപ്പേഷൻസ് ആണോ എന്ന് നിങ്ങൾക്ക് അത് അറിയാൻ മേല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് ഇനി സ്കിൽ ഷോർട്ടേജ് നോക്കി ഞാനൊരു ഫീൽഡ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു, ഇനി ഞാൻ എലിജിബിൾ ആണോ? നമുക്ക് കുറച്ച് സംശയങ്ങൾ എല്ലാവർക്കും ചോദിക്കാറുണ്ട്. ITR മാൻഡേറ്ററി ആണോ? അതായത് ഈ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആളുടെ ഇൻകം കാണിക്കേണ്ടതുണ്ടോ? സ്റ്റഡി ഇൻകം വേണ്ട, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഇപ്പൊ 28 ദിവസത്തെ മച്യൂരിറ്റി ഉള്ള ഒരു ഫണ്ട് മതി. അതായത് ഇപ്പൊ എനിക്ക് UK-ക്ക് പോകണം, എൻ്റെ കയ്യിൽ ഫണ്ടില്ല, അപ്പോൾ എൻ്റെ അങ്കിൾ അല്ലെങ്കിൽ എൻ്റെ ആൻറ്റി എനിക്ക് കുറച്ച് പൈസ കടം തന്നു, അത് ഒരു 28 ദിവസം എൻ്റെ അക്കൗണ്ടിലാക്കി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി. ഈ ഫണ്ട് കാണിക്കുന്നത് ഒരാളുടെ പേര് തന്നെ ആവണമെന്നുണ്ടോ? അച്ഛൻ്റെ കൂടെ പറ്റുമോ? ഇല്ല, അച്ഛൻ, അമ്മ, കുട്ടി, ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ അങ്കിളിനെ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം അങ്കിളിന്റെ അഡീഷണൽ ഡോക്യുമെന്റ്സിന്റെ ഒന്നും കാര്യമില്ല. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ ആവാം. അങ്കിളിന് കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചാലും അച്ഛൻ്റെ അക്കൗണ്ട് 28 ദിവസം ഇട്ടാൽ മതി, 1 മാസം ഇട്ടാൽ മതി. അതാണ് വലിയ ഹൈലൈറ്റ്. അപ്പോൾ കുറച്ച് അഡ്വാൻറ്റേജും ഉണ്ട് ഈ പറഞ്ഞ മാതിരി. അങ്ങനെ അല്ല, ഫണ്ടിൻ്റെ കാര്യങ്ങളിലും ഇൻകം. അപ്പോൾ നമ്മളെല്ലാ രാജ്യങ്ങളും ITR മാൻഡേറ്ററി ആയിട്ടുള്ള കുറച്ച് രാജ്യങ്ങളാണ്. ഓസ്ട്രേലിയ,
ന്യൂസിലൻഡ്, അയർലൻഡൊക്കെ. UK അത് വേണ്ട. അതാണ് നമ്പർ 1 തിങ്. 2, ഫണ്ടിൻ്റെ കാര്യത്തിൽ 28 ഡേയ്സിൻ്റെ മച്യൂരിറ്റി മതി. പിന്നെ ആ 28 ഡേയ്സിൻ്റെ മച്യൂരിറ്റിക്കകത്ത് നിങ്ങൾക്ക് ഫണ്ട് എങ്ങനെ വേണമെങ്കിലും കാണിക്കാം. അപ്പം ഗോൾഡ് ലോൺ എടുത്തിട്ടാണെങ്കിലും 28 ഡേയ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഓസ്ട്രേലിയക്കൊന്നും അത് പറ്റത്തില്ലല്ലോ. അതുപോലെ നമുക്ക് കാർ സെല്ല് ചെയ്തിട്ടുള്ള ഇൻകം വരെ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയെങ്കിലും 28 ദിവസം അനക്കാതെ ഫണ്ട് കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഗ്യാപ്പ്, ഒരു 2 വർഷം വരെയുള്ള ഗ്യാപ്പാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി വിസ സക്സസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കൂടാനൊക്കെ നല്ലത്. പിന്നെ മാർക്കിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി 45% ഉള്ള അത്രയും നിങ്ങൾക്ക് മാർക്ക് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് UK ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക്ലോഗ്സ് ഒരുപാടുണ്ട്. ഒരു മോർ ദാൻ 20 ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും UK നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നം പറ്റിയെങ്കിലും തിരിച്ചവിടെ UK എത്തിക്കഴിയുമ്പോൾ നല്ലപോലെ പഠിച്ചോണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പെട്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വ്ളോഗർമാർ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളും പറഞ്ഞു തുടങ്ങും. അതെ. അപ്പോൾ ഇവർ വളരെ ലിബറലാണ് അഡ്മിഷൻ എടുക്കാനായിട്ട്. പക്ഷേ ഇനി നിങ്ങൾ പഠിക്കുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം. ലിബറലായി നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നത് അവരുടെ ഔദാര്യമായിട്ട് കണക്കാക്കുക. മനസ്സിലായോ? നമ്മൾ അവിടെ പോയി ലിബറൽ ആവാണ്ടിരിക്കുക. ഇനി ഈ പരിപാടി തുടർന്നു കഴിഞ്ഞാൽ പെടും, കഷ്ടപ്പെടും, ജീവിതം നയിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി ആര് ഇൻ്റർനാഷണൽ സ്റ്റഡീസിന് പഠിക്കാൻ പോയാലും ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ആൻ ഈസി ജേർണി. വെരി ഹാർഡാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഈസി അല്ല. അപ്പോൾ നല്ല എഫേർട്ട്. ഇതുവരെ നിങ്ങൾ ഉഴപ്പിയാലും UK നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഉഴപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതം കളിക്കാം. ഓക്കെ. അപ്പോൾ മാരീഡ് പ്രൊഫൈൽസിന് പ്രോബ്ലമാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിളായിട്ട് അപ്ലൈ ചെയ്ത് പോവാം. മാരീഡ് പ്രൊഫൈൽസിന് റിജക്ഷൻ കൂടുതലായിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം അല്ല. ഒരാൾക്കേ പോകാൻ പറ്റത്തുള്ളൂ. ഡിപ്പെൻഡിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഡിപ്പെൻഡിന് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റുഡൻറ്റ് വിസയിൽ വരണം. ഓക്കെ, അപ്പോൾ പ്രശ്നമില്ല. അതായത് ഒത്തിരി പേര് ഇതൊരു പരിപാടിയായിരുന്നു അല്ലേ, ട്രെൻഡായിരുന്നു. കല്യാണം അങ്ങോട്ട് കഴിക്കുന്നു, ഒരാളങ്ങോട്ട് പോകുന്നു, 2 പേരും കൂടി പോകുന്നു, അവിടെ പോയി ചില്ലാവുന്നു, ഒരാൾ ജോലി ചെയ്യുന്നു, ഒരാൾ വർക്ക് ചെയ്യുന്നു. അത് നഷ്ടക്കളിയാണെന്ന്. ഒരാൾ ജോലി ഒരാൾ പഠിക്കുന്നു. അപ്പോൾ ആ ഫീസ് സുഖമായിട്ട് അടയ്ക്കായിരുന്നു. അത് UK ഒരു വലിയ ഹൈലൈറ്റ് ആയിരുന്നു. പക്ഷേ അത് നഷ്ടമാണെന്ന് അവർ മനസ്സിലാക്കി. ഇപ്പോൾ 2 പേര് സ്റ്റുഡൻറ്റ് വിസയിൽ പോയാൽ മതി. അതാണ് ഇപ്പോഴത്തെ റെസൊല്യൂഷൻ. അപ്പം അതും നഷ്ടമൊന്നുമല്ല. നിങ്ങൾ നന്നായി പഠിക്കാനും സ്കിൽ സാധ്യതയുള്ള ഒക്യുപ്പേഷനിൽ എടുത്തു വെച്ച് പഠിക്കാനും പോകുന്നെങ്കിൽ ഡോണ്ട് വറി. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റിൽ എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ. പിന്നെ ലാംഗ്വേജ് ടെസ്റ്റ് ഒരു മാൻഡേറ്ററി അല്ല. IELTS ഇല്ലെങ്കിൽ പ്ലസ് 2 ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ സ്കോർ ഒരു 65-70% ഉണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ ഡുവലിംഗോ ടെസ്റ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ ഡുവലിംഗോ നിങ്ങൾ ഏതെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഡുവലിംഗോ പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ല. ഏറ്റവും അതിൽ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞുള്ളൊരു സാധനമാണ് ഡുവലിംഗോ. കുറച്ചുകൂടെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ നല്ലത് IELTS ആയിരിക്കും. ഇനി PTയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഓസ്ട്രേലിയ നോക്കുന്നവരും UK ഒരു ബാക്കപ്പായിട്ടൊക്കെ നോക്കുന്നവർ PT തന്നെ പഠിച്ചാൽ മതി. അല്ലാത്തവർ UK തന്നെയാണ് നോക്കുന്നതെങ്കിൽ IELTS ഒക്കെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഡുവലിംഗോ ഒരു തേർഡ് ഓപ്ഷനായിട്ട്. നിങ്ങൾ മടിയന്മാരാണ്, വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡുവലിംഗോ ആപ്പ് ഉണ്ട്, സൂപ്പറാണ്. അത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പല ലാംഗ്വേജ് പഠിക്കാം. ഞാൻ സ്പാനിഷ് വരെ പഠിച്ചിട്ടുണ്ട് ഡുവലിംഗോ നോക്കി. ഓക്കെ. അപ്പോൾ നമ്മൾ എലിജിബിൾ ആണോ എന്നൊക്കെ ഉള്ള കാര്യം ചെക്ക് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ സ്കിൽ ഷോർട്ട് ലിസ്റ്റൊക്കെ അനുസരിച്ച് നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ UK 192 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വെറും 92 യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ ഈ QS റാങ്കിങ്ങിൽ വരുന്നത്. അപ്പോൾ മോർ ദാൻ 100 റാങ്കിങ്ങിൽ വരുന്നില്ല. അപ്പോൾ ഈ 90 യൂണിവേഴ്സിറ്റിയിൽ 90 എണ്ണം QS റാങ്കിങ്ങിൽ വരുന്നതാണ്. 1000 വരുന്നതാണ് 92 യൂണിവേഴ്സിറ്റീസ്. അത് നല്ലൊരു നമ്പറാണ് കേട്ടോ. അതായത് നല്ല വേൾഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്ന നമ്മുടെ റസൽ ഗ്രൂപ്പ് ഇവിടെയാണ്, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് ഇതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് നോക്കി നിങ്ങളുടെ QS റാങ്കിങ് ബൈ സബ്ജക്റ്റ് നോക്കിയിട്ടൊക്കെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിരിക്കും. 2025 QS റാങ്കിങ് റിലീസായിട്ടുണ്ട്. ഈ 2025 ബൈ ഓവറോൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഓരോ യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്തിരിക്കുന്നത്. ബൈ സബ്ജക്റ്റ് ആണെങ്കിൽ 2024 റിലീസായിട്ടുണ്ട്. അപ്പോൾ ബൈ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം. നിങ്ങൾക്ക് ഓരോന്നിനും ഓരോന്നായിരിക്കും ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ നേഴ്സിങ്ങിന് ഒരു യൂണിവേഴ്സിറ്റി ബെറ്റർ ആകുമ്പോഴത്തേക്കും ആ യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും എഞ്ചിനീയറിങ്ങിന് ബെസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ ബൈ സബ്ജക്റ്റ്, ഇപ്പോൾ QS റാങ്കിങ് ബൈ സബ്ജക്റ്റ് നേഴ്സിംഗ് 2024 എന്നടിക്കുക. യു വിൽ ഗെറ്റ് ദ ലിസ്റ്റ്. QS റാങ്കിങ് ബൈ സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് 2024 എന്ന് പറയുക. അതിനകത്ത് ഫിൽറ്ററിനകത്ത് UK എടുത്തിട്ട് കൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അയലോക്കത്തെ ചേട്ടനും ചേച്ചിയും പറയുന്ന UK അങ്കിളും ആൻറ്റിയും പറയുന്നത് കേട്ടിട്ടല്ല ഡിസൈഡ് ചെയ്യേണ്ടത്. QS റാങ്കിങ് ആയിരിക്കും ഏറ്റവും നല്ല ഒരു മാർഗം ടു ഫൈൻഡ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. കുറച്ചും പഠിക്കാവുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. UK വെറും 10 ലക്ഷം രൂപ ഒരു വർഷം ഫീസുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അതുപോലെ സ്കോളർഷിപ്പോടെ പഠിക്കാവുന്ന ഓപ്ഷൻസും ഉണ്ട്. ഇതിലും വലിയ സ്കോളർഷിപ്പ് 5 ലാഖോടുകൂടി പഠിക്കാവുന്നതുണ്ട്. 50% സ്കോളർഷിപ്പ് കിട്ടുന്നത്. എനിക്കൊന്ന് വെയിൽസ് ഏരിയകളിലൊക്കെ വെൽഷ് ലാംഗ്വേജ് ഒക്കെ അറിയാമെങ്കിൽ കൂടുതൽ സ്കോളർഷിപ്പ്സ് കിട്ടും. ബട്ട് നമുക്കതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ സമയമില്ല. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ
ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് SOP മാൻഡേറ്ററി ആണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ആ പർട്ടിക്കുലർ പ്രോഗ്രാം സെലക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൻസ് ലെറ്റർ ആവശ്യമാണ്. നിങ്ങളുടെ ഒരു CV SOP ആൻഡ് റെഫറൻസ് ലെറ്റർ. ഇപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള റെഫറൻസ് ലെറ്റർ ആയിരിക്കും ആവശ്യമുള്ളത്. 2 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ കുറച്ച് നാളത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ക്വാളിഫിക്കേഷൻ എന്താണോ അവിടുത്തെ, അതായത് കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ റെഫറൻസ് ലെറ്ററും വർക്ക് പ്ലേസിലെ ഒരു റെഫറൻസ് ലെറ്ററും ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ SOP ഒക്കെ എഴുതാൻ നമ്മുടെ കൂടെ എക്സ്പേർട്സ് ഉണ്ട് കേട്ടോ. അതെ, നിങ്ങൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ചെറിയ SOP, അത് വലിയ പ്രശ്നമില്ല. അതെ. അപ്പോൾ SOP, CV, റെഫറൻസ് ലെറ്റർ, നിങ്ങളുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് ഇത്ര വെച്ച് നമ്മൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ IELTS ക്ലിയർ ആയിട്ടില്ല, ഡോൺ വറി, നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ബാക്കിയുള്ള കണ്ടീഷൻസ് ഇംഗ്ലീഷോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫൈനൽ ഓഫർ ലെറ്റർ ഒന്നും യൂണിവേഴ്സിറ്റിയുടെ കിട്ടിയിട്ടില്ലെങ്കിൽ, ഫൈനൽ മാർക്ക് ലിസ്റ്റ് കിട്ടി, ഫൈനൽ സെമസ്റ്ററിലാണ് നിങ്ങൾ പഠിക്കുന്നത്, റിസൾട്ട് പോലും വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, കണ്ടീഷണൽ ഓഫർ ലെറ്റർ. അപ്പോൾ 1 day തൊട്ട് 30 days വരെയാണ് സാധാരണ യൂണിവേഴ്സിറ്റീസിന്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടി കഴിയുമ്പം അതിനകത്തൊരു കണ്ടീഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുക. കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫീസ് അടയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്നു, നിങ്ങളെ കണ്ടീഷൻ മീറ്റ് ചെയ്തു, പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രം ഫീ പേയ്മെന്റ് ചെയ്യാം. അപ്പോൾ ഫീ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ഓഫർ ലെറ്ററിനുള്ളിലും നിങ്ങൾ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അൺകണ്ടീഷനിൽ കിട്ടിയിട്ടല്ലേ ഫീ പേയ്മെന്റ് ചെയ്യത്തുള്ളൂ. അത് കണ്ടീഷനിൽ വെച്ച് തന്നെ പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അൺകണ്ടീഷനിൽ കിട്ടാതെ കണ്ടീഷൻ മീറ്റ് ചെയ്തു. ഉദാഹരണത്തിന് IELTSന്റെ സ്കോർ വന്നു, പക്ഷെ സ്കോർ കാർഡ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, റിസൾട്ട് വന്നു. സാധാരണ രീതിയിൽ നമുക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി, അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടി, അത് കഴിഞ്ഞ് ഫീ പേയ്മെന്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ ചില കേസുകളിൽ നമ്മൾ അൺകണ്ടീഷണലിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചിട്ട് ഒരു അപ്രൂവൽ കിട്ടി അവർ നമ്മുടെ ഇങ്ങോട്ട് തന്നെ പറയും, ഇനി നേരെ ഫീ പേയ്മെന്റ് ചെയ്തോളാം പറയും. അപ്പം നമുക്ക് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പം കണ്ടീഷണൽ അൺകണ്ടീഷണൽ ഫീ പേയ്മെന്റ്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓഫർ ലെറ്ററിനകത്ത് നിങ്ങളുടെ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെങ്കിൽ കുറച്ച് സ്കോളർഷിപ്പിന്റെ എമൗണ്ട് അവർ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും അല്പം കുറച്ചായിരിക്കും. ഇപ്പോൾ ഒരു 5,000 pound കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 2,000 ആയിരിക്കും ഓഫർ ലെറ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 5,000 ആക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് അനുസരിച്ചും, ഇപ്പോൾ എനിക്ക് 80% മാർക്കുണ്ട്, 90% മാർക്ക് ഉള്ളതെങ്കിൽ സെയിം യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പം ഇവിടെ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും, എനിക്ക് കുറവായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ മാർക്കിനനുസരിച്ച് ഇവിടെ സ്കോളർഷിപ്പ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നല്ല റാങ്കിങ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 18-19 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ റാങ്കിങ് കുറവുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നുള്ളത്. ഒരു 1,000 pound തൊട്ട് ഒരു 5,000 pound വരെ ആണ് സാധാരണ കാണാറുള്ളത്, ഡിപ്പെൻഡിങ് അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് അനുസരിച്ചും നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ചും. അപ്പോൾ ഒരു 1,000 pound അവർ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാസ് ആണ്. ക്യാസ് എന്ന് വെച്ചാൽ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ്. ഇതാണ് ഒരു ഒഫീഷ്യൽ ലെറ്റർ. നമ്മുടെ COE ഒക്കെ പോകാതിരി ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ഓഫർ ലെറ്റർ. ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പഠിക്കാൻ വരുന്നത്, നമ്മുടെ ഏകദേശം IELTSന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യാസ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മിക്കവാറും യൂണിവേഴ്സിറ്റീസ് ഒരു ഇൻ്റർവ്യൂ നടത്തും, ക്യാസ് ഇൻ്റർവ്യൂ. അപ്പോൾ നമ്മുടെ പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, അവർ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് സ്കൈപ്പിൽ കൂടി ആയിരിക്കും ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടെ നിറച്ചും ബാക്കിലെ അതൊന്നും പിള്ളേരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്കറിയാം. നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾ ചെയ്യുന്ന അതേ ടെക്നിക്ക്, അതായത് സ്ക്രീനിന്റെ സൈഡിൽ മുഴുവൻ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സ്, ആ യൂണിറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ആ യൂണിവേഴ്സിറ്റി ഏത് കോർണറിലാണ് ഇരിക്കുന്നത്, ഏത് സ്ട്രീറ്റ് ആണ് അതിന്റെ ഫ്രണ്ടിലുള്ളത് എന്ന് വെച്ചിട്ട് എനിക്ക് ബേസിക് അറിയാം, മൈനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. എന്തൊക്കെ അറിയാം, നിങ്ങൾ എന്തൊക്കെ റിസർച്ച് നടത്തിയെന്നതാണ്. അതായത് ഒരു വിവരമുള്ള സ്റ്റുഡൻറ്റിനെയാണോ നമ്മൾ UK എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഇന്റർവ്യൂ യൂണിവേഴ്സിറ്റി നടത്തുമ്പോഴോ അല്ലെങ്കിൽ DHA ഓഫീസേഴ്സ് നടത്തുമ്പോഴോ ഒക്കെ ചോദിക്കുന്ന മെയിൻ. അപ്പോൾ അവിടെ ഒരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ IELTSന്റെ എക്സാം എഴുതിയിട്ടില്ലാത്ത പിള്ളേരാണ്, മാർക്ക് +2 ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഇന്റർവ്യൂവിൽ നല്ലൊരു പെർഫോം ചെയ്താലേ ക്യാഷ് കിട്ടത്തുള്ളൂ. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഈ ഇൻ്റർവ്യൂവിന് ഇച്ചിരി മാർക്ക് കുറവോ ഇംഗ്ലീഷിന് സ്കോർ കുറവോ ഉള്ളവർക്കൊക്കെയാണ് കൂടുതലും, അവർക്ക് നിർബന്ധമായിട്ട് ഈ കോള് കിട്ടും.
ചിലപ്പോൾ നല്ല പ്രൊഫൈലുകൾക്ക് കോള് കിട്ടാറില്ല, അല്ലേ? ക്ലാസ് ഇന്റർവ്യൂ നടത്താറില്ല. ഞാനിപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും ഈ റാങ്കിങ് കൂടിയ അത്യാവശ്യം നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു 85 അതിനൊക്കെ മുകളിൽ മാർക്ക് ഉണ്ടായിരുന്ന പിള്ളേർക്കൊന്നും ഇന്റർവ്യൂ വന്നിട്ടില്ല. ഡിഗ്രിയുടെ കാര്യം പറയുന്നത്. ഇനി സാധാരണ ഇന്റർവ്യൂ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ പ്രോഗ്രാം, വൈ UK, വൈ നോട്ട് ഇന്ത്യ, വൈ നോട്ട് അതർ കൺട്രീസ്, പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ആ ലൊക്കാലിറ്റി, നിങ്ങൾ എവിടെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, നിങ്ങൾ പാർട്ട് ടൈം ജോലി എന്തൊക്കെയായിരിക്കും നോക്കുക. അതായത് നമ്മൾ ഇവർ ചെക്ക് ചെയ്യണേ നമുക്ക് ജോബ് ചെയ്യാനായിട്ടാണോ അതോ പഠിക്കാനായിട്ടാണോ, ഏതാണ് നമ്മൾ ഉള്ള വെയിറ്റേജ് കൊടുക്കണേ, സബ്ജക്ട്സ് ഒക്കെ അറിയാവോ, പഠിക്കാൻ തന്നെയാണോ വരുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ക്യാഷ് ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യത്തിന്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ വിസയാണ്. വിസയുടെ സമയത്ത് വിസയ്ക്ക് പിന്നീട് നമുക്ക് മെഡിക്കൽ ചെയ്യണം. മെഡിക്കൽ നമുക്ക് കേരളത്തിലുള്ള കുട്ടികൾക്ക് കിംസിലും അമൃതയിലും ചെയ്യാൻ പറ്റും. അമൃത കൊച്ചി, കിംസ് ട്രിവാൻഡ്രം. പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്നത് പിള്ളേരെല്ലാം പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യം കിംസ് തന്നെയാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ്. കാരണം കൊച്ചിയിൽ ഒത്തിരി ഡിലേ ആവും, കൂടുതലായതുകൊണ്ട്. എവിടെയാണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് കിംസിലും കൊച്ചിയിലും അമൃതയിലും ചെയ്യാൻ പറ്റും. അതിനുശേഷം വിസ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ആദ്യം സബ്മിറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ചുരുങ്ങിയ കാലയളവിൽ തന്നെ സ്വന്തമാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ജൂണിലാണ് കാണുന്നതെങ്കിലും സെപ്റ്റംബർ പോകാം. കാരണം 3 തരത്തിലുള്ള വിസ ആപ്ലിക്കേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്, പ്രയോറിറ്റി ഉണ്ട്, സൂപ്പർ പ്രയോറിറ്റി ഉണ്ട്. സൂപ്പർ പ്രയോറിറ്റിക്ക് ഏകദേശം സ്റ്റാൻഡേർഡിനേക്കാൾ 1 ലക്ഷം രൂപ കൂടുതൽ ചിലവാക്കേണ്ടി വരും. അതായത് സ്റ്റാൻഡേർഡ് വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസയുടെ ഔട്ട്കം അറിയാൻ പറ്റും. പ്രയോറിറ്റി ആണെങ്കിൽ 2 വീക്സ് 1 to 2 വീക്സിനടുത്താണ് അറിയാൻ പറ്റുക. ഇനി സൂപ്പർ പ്രയോറിറ്റി ആണെങ്കിൽ വിത്തിൻ എ ഡേ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വിസ ഔട്ട്കം. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വിസ ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം VFSൽ അപ്പോയിൻമെന്റ് എടുക്കുക. VFS നമ്മുടെ കൊച്ചി രവിപുരത്തുണ്ട്. രവിപുരത്ത് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തതിന് ശേഷം നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, നമ്മൾ ഈ വിസയ്ക്ക് വെച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ്, നമ്മുടെ ലോൺ സാങ്ഷൻ ലെറ്റർ ആണെങ്കിൽ അത് അപ്പോൾ അങ്ങനത്തെ ഡോക്യുമെന്റ്സ് എല്ലാം ഹാർഡ് കോപ്പി നമ്മൾ എടുക്കുക. മെഡിക്കലിന്റെ ഒരു സ്ലിപ്പാണ് നമുക്ക് അത് ചുമ്മാ അവർക്ക് ഡോക്യുമെന്റ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? അല്ല, ഇതെല്ലാം ഓൾറെഡി അവരവിടെ സബ്മിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതെല്ലാം ഒരു ഹാർഡ് കോപ്പി നമ്മൾ ഫയലിലൊക്കെ ആക്കി, അപ്പൊ അവർക്ക് എളുപ്പമായിരിക്കും ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട്, അവരുടെ പണി എളുപ്പമാക്കാൻ വേണ്ടി നമ്മളിതെല്ലാമായിട്ട് പോകും. അതെ, ഇതിവിടെ VFSൽ നമ്മൾ പോയതിനു ശേഷം നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ആക്കിയിട്ടാണ് തിരിച്ചു വരിക. നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ്, പ്രയോറിറ്റി, സൂപ്പർ പ്രയോറിറ്റി അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്കം വരുമല്ലോ. ഇതെങ്ങനെ അറിയുന്നത്? ബ്ലൂ ഡാർട്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും, നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ അറിയാം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ വിസ ഗ്രാൻഡ് ആയതാണ് ഡിസ്പാച്ച് ചെയ്തു. ബ്ലൂ ഡാർട്ടിന്റെ മെസ്സേജ് കിട്ടിയാൽ വിസ കിട്ടിയെന്നാണ് അർത്ഥം. ഇനി ഡിസ്പാച്ച് ചെയ്ത് അല്ലാത്തവർ ഫെയിൽ ആവുകയാണെങ്കിൽ ഒന്നും പറയത്തില്ല, മെസ്സേജ് വരും നമ്മുടെ വിസ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞു. അതൊരു 2% പേർക്കേ വരാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഇതുവരെ ഒരു റിജക്ഷൻ കണ്ടിട്ടില്ല നമ്മൾ UK എങ്ങനെയാണെന്ന്. പക്ഷേ കിട്ടിയ കുട്ടികളുണ്ടെന്നറിയാം. ഇപ്പോൾ എനിക്കൊന്ന് ഇന്ത്യയിൽ 95% ആണ് UK വിസ സക്സസ്. അപ്പം വിസ അങ്ങനെ റിജക്റ്റ് ആകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ശരിക്കും പാടുപെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ ശരിക്കും ഇവിടെ നിങ്ങൾക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏജൻസിനെ സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു UK വിസയ്ക്കൊന്നും റിജക്ഷൻ വരത്തില്ല. പക്ഷേ ഒരു നല്ല ഏജൻസിയുടെ സഹായം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് നന്നായിട്ട് കണ്ടുപിടിക്കാനും അതുപോലെ ഫീസ് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് ഡിസൈഡ് ചെയ്യാനും പറ്റും. ചിലവരൊന്നും ഇത്രയും റിസർച്ച് ചെയ്യണമെന്നില്ല. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 10 ലക്ഷം രൂപയുണ്ട്, ആ 10 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിനെ സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ. UK നമ്മൾ ഒത്തിരി കാര്യങ്ങളും UK എത്തിയുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ശരിക്കും കേൾക്കുമ്പോൾ വിഷമം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാരാണ്. അതായത് രജിസ്ട്രേഷൻ വേണ്ടുന്ന പ്രോഗ്രാം ഇപ്പം നാട്ടിൽ നിന്ന് ഉദാഹരണത്തിന് സൈക്കോളജി ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുള്ള പിള്ളേർ അവിടെ എത്തിയിട്ട് കോൺടാക്ട് ചെയ്യും. ഞങ്ങൾക്ക് ഓസ്ട്രേലിയക്ക് പറഞ്ഞ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ പറഞ്ഞു തരാമോ? എന്താ കാര്യം? കാരണം മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് മാത്രം അവിടെ നമുക്കൊരു സൈക്കോളജിസ്റ്റ് ആവാൻ പഠിത്തതിന് PhD എടുക്കണം. അപ്പോൾ അതിന് പിന്നെയും എക്സ്പെൻസീവ് ആണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഏജൻസിയുടെ കുറ്റമാണ്. അതെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും UK അല്ലേ, ആരുടെ അടുത്ത് പോയാലും പ്രശ്നമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും വൈസ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് തന്നെ നിങ്ങൾ പോവുക. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏജൻസിയിലെ കുട്ടികളോട് വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ല, അതാണ് സത്യം. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സീറ്റിലേക്ക് ഒരു കുട്ടിയെ കയറ്റിവിടുക, അവരുടെ ജോലി കഴിഞ്ഞു, ആ കുട്ടിക്ക് അവിടെ PR കിട്ടുന്നുണ്ട്, അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതിനെപ്പറ്റി ഒരു വറി ഉണ്ടെങ്കിൽ അവർ ഇതിൻ്റെ എൻഡ് ടു എൻഡിനെ പറ്റി ചിന്തിക്കും. പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന കൗൺസിലേഴ്സ് ഞാൻ കാണാറുള്ളത് ഇതിനെപ്പറ്റിയൊന്നും അവർക്ക് ഒരു ധാരണയില്ല. ഇനി ഈ സ്റ്റുഡൻസ് അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാട് എന്താണെന്നുള്ളത് കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരു മനുഷ്യത്വം ഇല്ലാതെ എന്ന് ഞാൻ തന്നെ പറയും.
ഏതെങ്കിലും ഒരു കോഴ്സിന് കയറ്റി വിടും. ഇപ്പോൾ സൈക്കോളജിക്ക് വിടുന്ന എത്രയും വലിയ ഒരു തെറ്റില്ല, കാരണം അതിന് ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പഠിച്ചാലേ അവർക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലും പറഞ്ഞു കൊടുക്കാതെ ഒക്കെ ഉണ്ട്. നമ്മളൊരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിയുമ്പം അത് പഠിച്ചു കഴിയുമ്പോൾ ഏത് ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നതിലുപരി ആ രാജ്യത്തെങ്ങനെ ഈ പഠിച്ച ഫീൽഡിൽ തന്നെയുള്ള ആ ജോബ് റോളിൽ തന്നെ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ റിസർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. റിസർച്ച് ശരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ അത് സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സൈക്കോളജി ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സാധാരണ ശരിക്കും എങ്ങനെ സൈക്കോളജിസ്റ്റ് ആവാം അവിടെ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. ചിലപ്പോൾ അത് കുറച്ച് ആദ്യം കഴിക്കും, പിന്നെ ആയിരിക്കും വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ദിസ് ഇസ് ജസ്വിൻ ആൻഡ് ജിസ് signing out from Hola World YouTube channel.